ക്രിമിനൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാ മനോഹരമായി ഫുൾ സ്വിങ്ങിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകോർത്ത് വളരെ ഗംഭീരമായി ഈ യാത്ര മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, നമുക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ 5 വർഷക്കാലമായി ജനങ്ങൾക്ക് കൊടുത്ത പ്രകടന പത്രികയിൽ 2021 കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട്. അതിനകത്ത് ഏതാണ്ട് ഒരു 96% നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പൂർത്തിയാക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് വികസന പദ്ധതിയാണെങ്കിലും വലിയ ഒരു പ്രതിഷേധം മറുവശത്തു നിന്ന് പ്രതിപക്ഷത്തു നിന്നുണ്ടായിരുന്നു. അതിനെല്ലാം പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വികസന പദ്ധതി മുഴുവൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വികസന പദ്ധതികൾ ജനങ്ങളിൽ ഒന്നുകൂടെ കൃത്യമായി എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു തുടർഭരണത്തിന് വേണ്ടി നമുക്ക് ജനങ്ങളിൽ നിന്നൊരാശയം എന്തൊക്കെയാണ് ഇനി ഈ കേരളത്തിൻ്റെ വികസനം പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് കൂടി അറിയാനാണ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ജനസമ്പർക്ക പരിപാടിയാണ് നമ്മൾ നടത്തുന്നത്. അതെ, പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. പാർലമെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ബഡ്ജറ്റ് സെഷനാണ്. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റ് ഏതൊക്കെയാലും അടിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് സംസാരിപ്പിക്കാൻ പോലും അധികാരികൾ സമ്മതിക്കുന്നില്ല. ഏതൊക്കെയാലും വളരെ പ്രധാനപ്പെട്ട ഒരു ജാഥയുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പൂർണ്ണമായും ഈ ജാഥയിൽ ഞാനുണ്ടാവും. ഈ മധ്യകാലത്തിൽ പ്രത്യേകിച്ചും കർഷകരുടെ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ തദ്ദേശം കഴിഞ്ഞതേ ഉള്ളൂ. 2 ബഡ്ജറ്റ് കഴിഞ്ഞു. ബഡ്ജറ്റിലൊന്നും കാര്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് കാര്യമായിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിനും അതുപോലെ ഒന്നും ഉണ്ടായില്ലെന്നാണ് കർഷകർക്ക് പറയുന്നത്. ഈ കർഷകരുടെ വിഷയങ്ങൾ തീർച്ചയായും നമുക്ക് റബ്ബർ കർഷകരുടെ വിഷയങ്ങളുണ്ട്, നമുക്ക് മലയോര പ്രദേശങ്ങളുടെ വന്യമൃഗത്തിൻ്റെ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും പരിമിതികൾ അകത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ്. ആ പോളിസി എന്ന് പറയുന്നത് റബ്ബറിൻ്റെയാണ്, ഇമ്പോർട്ട് പോളിസിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനകത്തൊക്കെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ സംസാരിക്കേണ്ടത്, കേരളത്തിൻ്റെ ആയിരുന്ന ഒരു വിപണി, ഏറ്റവും വലിയ ഒരു വിപണി, ആ വിപണി ഇപ്പം മാറ്റി അതർത്ഥത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ വിപണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്താണ് ഇതിൻ്റെ കൂടെ ലക്ഷ്യം എന്ന് അത് കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലും കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് വളരെയധികം സംവാദങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ആ പരിമിതികൾക്ക് നിന്നുകൊണ്ട് തന്നെ എത്രയോ നിയമഭേദഗതികൾ ഈ സർക്കാർക്ക് നടത്തുവാൻ കഴിഞ്ഞു. സർക്കാരിന് പറ്റുന്ന പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് കേരള കോൺഗ്രസ് തന്നെ ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. ജാതിയുടെ ഭാഗമായിട്ട് പല പൗരപ്രമുഖരുമൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നു. സഭാ നേതൃത്വം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലാണ്. അപ്പോൾ സഭാ നേതൃത്വവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. സഭ കൂടുതൽ അല്ല, ഇപ്പോൾ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ കൂടിക്കാഴ്ചകൾ അവിടെ വരാം. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഈ തുടർഭരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കേരള സംസ്ഥാനത്ത് ഇപ്പോൾ നമുക്കൊരു ലോങ് വിഷനോടുകൂടി പോകണമല്ലോ. അതിനകത്ത് ചിലപ്പോൾ 10-15 വർഷം കഴിഞ്ഞ് കേരളം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയാകണം എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു ആശയം ഒക്കെ നമ്മൾ സ്വരൂപിക്കാൻ കൂടിയാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. ഞാൻ അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാവമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു ഏതൊക്കെയാലും. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവർ പറയട്ടെ. ഏതൊക്കെയാലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട് എന്നറിയാം. അപ്പം ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്, അതുതന്നെയാണ് ഇപ്പോൾ അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതിൻ്റെയാ? റബ്ബറിൻ്റെ നമുക്ക് 150 180 അതിനുശേഷം 200 നമുക്ക്. അതും മാത്രമല്ലല്ലോ, നമുക്ക് ഇതുമായി ഒറ്റ ഇതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, എത്രയാക്കിയാലും ഒരു തീരുമാനം കേന്ദ്രത്തിൻ്റേതാണ്. ആ തീരുമാനം കേന്ദ്രത്തിൻ്റേത് എന്ന് പറയുമ്പോൾ
പോളിസി ദേശീയ തലത്തിലുള്ള പോളിസിയാണ്. അതൊരു വ്യവസായ മേഖലയിൽ നിന്ന് 5-6 പേരേ ഉള്ളൂ. പക്ഷേ ഇവിടെ 11 ലക്ഷത്തോളം വരുന്ന കർഷകർ, 12 ലക്ഷത്തോളം വരുന്ന കർഷകരുണ്ട് കേരള സംസ്ഥാനത്ത്. 75-80% സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരള സംസ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ പോളിസി എടുക്കേണ്ടത് ഇത്രയും ലക്ഷക്കണക്കിനുള്ള കർഷകരെ സഹായിക്കാനാണോ അതോ കോർപ്പറേറ്റിനെ സഹായിക്കാനാണോ? ഒറ്റ മിനിറ്റ് മതി അവർക്ക് ഇതിൻ്റെ വില കൂട്ടാൻ. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കൂട്ടാൻ അവർ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 7000 കോടി രൂപ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി വഴി കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ആ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്തിനാണ് വെക്കുന്നത്? ആ ഇമ്പോർട്ട് ഡ്യൂട്ടി വെക്കുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനാണല്ലോ. അങ്ങനെ ഒരു ധാരണയാണല്ലോ എന്നത്. ആ റെസ്ട്രിക്ഷൻ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യരുതെന്നും പറഞ്ഞല്ലേ. ആ റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്? കർഷകർക്ക് വേണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ആരുടേതാണ്? ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കിട്ടുന്ന പണം അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? അവൻ്റെ സ്വെറ്റല്ലേ, അവൻ്റെ വേർപ്പല്ലേ? അതിന് ഒരു ചെറിയ ഒരു ശതമാനം ഇങ്ങോട്ട് കൊടുത്താൽ 250 അല്ല 300 ആക്കാമല്ലോ. അപ്പോൾ അതാണ്. പക്ഷേ ഇതേ സാമ്പത്തിക കുരുക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉപരോധം ഈ സംസ്ഥാനത്ത് രൂപപ്പെടുത്തുമ്പോഴും നമ്മൾക്കറിയാം, ഒരാളെയും മാറ്റി നിർത്താതെ തനതായ പണം സ്വരൂപിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ പേരിൽ ചർച്ച അടുത്ത ആഴ്ച തന്നെ ഉണ്ടാവും. അതിൻ്റെ ആണല്ലോ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്.